back to my YouTube channel Drishya's World. So vacation ആയിട്ട് ഞാൻ കുക്കിങ്ങുമായിട്ട് വന്നിരിക്കുകയാണ്. സോ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്കോ ചിപ്പ് മഫിൻ ഇൻ എയർ ഫ്രയർ. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെക്കേഷനായിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കുന്നു. കുക്കിംഗ് ആണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. സോ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് വന്നു. അപ്പോൾ ഞാൻ അസിസ്റ്റന്റ് ആണ്. മെയിൻ ആയിട്ട് അതാണ് എൻ്റെ കസിൻ ചേച്ചി ആരി ചേച്ചി. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെയാണ് ഇന്ന് കേക്ക് ഉണ്ടാക്കുന്നത്. ഫെമിലിയർ ആയിരിക്കും, ഞങ്ങൾ റീലൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. സോ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. നമ്മൾ ബട്ടർ ചേർക്കുന്നു. ബട്ടർ ഒന്ന് വിസ്ക് ചെയ്യാം. ഈ ബട്ടറിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് യോഗേർട്ട് ചേർക്കാം. അതെ, യോഗേർട്ട് ചേർത്തു. ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ്. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് യോഗേർട്ട്. ഇനി നമ്മളിത് ഒരു ഹെൽത്തി വേർഷൻ ഓഫ് കേക്ക് ആണ്. അത് കാരണം നമ്മൾ ഇതിലേക്ക് സ്വീറ്റ്നെസ്സിനായിട്ട് ജാഗറി പൗഡറാണ് ആഡ് ചെയ്യുന്നത്. ഒരു 1/4 കപ്പ് ജാഗറി പൗഡർ. ഇനി ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മളൊരു ടീസ്പൂൺ വാനില എസൻസ്. 1 ടീസ്പൂൺ വാനില എസൻസ്. ഹാഫ് ചേർത്താലും മതി. 1/2 ടീസ്പൂൺ വാനില എസൻസ്. ഓക്കെ, ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഗൈസ്, ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം ഇതെന്താണ് സാധനം? ഹാഫ് കപ്പ് മൈദയാണല്ലോ. ആട്ട. യെസ്, 1 കപ്പ് ആട്ട. 1 കപ്പ് ആട്ട ആണ് ചേർക്കുന്നത്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ നന്നായി സിഫ്റ്റ് ചെയ്ത് ചേർക്കുക. ഓക്കെ, ഇങ്ങനെയുള്ള ലംസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിഫ്റ്റ് ചെയ്യുന്നത്. ഇതിലേക്ക് കൊക്കോ പൗഡർ. കൊക്കോ പൗഡർ അല്ലേ? യെസ്. ഇതിലേക്കൊരു 1/4 കപ്പ് കൊക്കോ പൗഡർ ആഡ് ചെയ്യാം. പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ ബേക്കിംഗ് സോഡയാണോ അത്? ഇത് ബേക്കിംഗ് സോഡ. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. യെസ്. പിന്നെ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. അല്ല, എനിക്കിതെല്ലാം അറിയാം, ഉണ്ടാക്കുന്ന അറിയത്തില്ലെന്നേ ഉള്ളൂ. നന്നായി സിഫ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു സ്പാറ്റുള ഇതേപോലെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മിൽക്ക് ആഡ് ചെയ്യണം. മിൽക്ക് എന്ന് പറയുമ്പോൾ ഇത് ഒരു നല്ല കൺസിസ്റ്റൻസിയിലേക്ക് ആവുന്നതിന് പാകത്തിന് ഒരു 1/2 കപ്പ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. യെസ്, 1/2 കപ്പ് മിൽക്ക് നമുക്കിനി ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഗൈസ്, നല്ല മണമടിക്കുകയാണ്. നല്ല ചോക്ലേറ്റ് കളർ ഇരിക്കുകയാണ്. ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ്. ചോക്കോ ചിപ്സ് ആണ്. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ചോക്ലേറ്റ് ഇഷ്ടമാണ്. അതെ, കുറച്ച് ചോക്കോ എസ്പെഷ്യലി എനിക്ക്. ഒരു 2 ടേബിൾ സ്പൂൺ ചോക്കോ ചിപ്സ് ആഡ് ചെയ്യുന്നു. പ്ലീസ് ഗിവ് മീ സം ചോക്കോ ചിപ്സ്. ഗൈസ്, മെഹന്തി ഒക്കെ പോയി കേട്ടോ. ചോക്കോ ചിപ്പിന് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഗൈസ്, അപ്പൊ ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞായിരുന്നു ചോക്കോ ചിപ്പ് മഫിൻസ് ഇൻ എയർ ഫ്രയർ എന്ന്. സോ ഇതാണ് നമ്മുടെ എയർ ഫ്രയർ. നമ്മളിനി ഈ എയർ ഫ്രയറിലാണ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ എയർ ഫ്രയർ ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 5 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യണം. 180 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റ്സ്. അപ്പോൾ അത് ഹീറ്റ് ആകട്ടെ. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പ് കേക്ക് മോൾഡ്. ഇത് നല്ല രസമായിട്ടുണ്ട് കാണാൻ. നല്ല വെറൈറ്റി, ഡിഫറെന്റ് വെറൈറ്റി കളർ. ഇത് എവിടെ നിന്ന് വാങ്ങിച്ചാൽ ചേച്ചി? ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതാണ്. ആണോ? ശരി. എയർ ഫ്രയർ പ്രീ ഹീറ്റ് ആവുന്ന ടൈമിൽ നമുക്ക് മോൾഡ് സെറ്റ് ചെയ്യാം. നമ്മളിവിടെ 8 മോൾഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ മോൾഡിനകത്തെല്ലാം ബട്ടർ തേച്ച് വെച്ചേക്കുകയാണ്. കേക്ക് പെട്ടെന്ന് ഇളവി വരാൻ വേണ്ടിയാണ് നമ്മൾ ബട്ടർ തേച്ച് വെച്ചേക്കുന്നത്. നമുക്ക് ബാറ്റർ ഫില്ല് ചെയ്യാം മോൾഡിലേക്ക്. എപ്പോഴും ഫില്ല് ചെയ്യുമ്പോൾ ഈ മോൾഡിന്റെ പകുതി ഭാഗത്തിൽ താഴെ നിൽക്കണം ബാറ്റർ.
അല്ലെങ്കിൽ ഇത് കുക്കായി വരുമ്പോഴേക്കും പൊങ്ങിയിട്ട് പുറത്ത് ചാടും. ഇനി പ്രീ ഹീറ്റായി വെച്ചിരിക്കുന്ന ഓവനിലേക്ക് നമ്മൾ നമ്മുടെ മോൾഡ് ഇറക്കി വെക്കുകയാണ്. അവൻ ഈ 180 ഡിഗ്രി തന്നെ ഒരു 10 മിനിറ്റ്സ് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് അറ്റ് ലാസ്റ്റ് നമ്മുടെ മഫിൻ ഇതാ റെഡി ആയിരിക്കുകയാണ്. സോ ഇവിടെ ഒരെണ്ണം ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു നോക്കി ആൻഡ് ഇതാണ്ടേ കഴിക്കുന്നു. കുറവാണ് പക്ഷെ നല്ല ടേസ്റ്റിയാണ്. അതിനനുസരിച്ച് പറഞ്ഞ പോലെ മധുരം കുറവാണ്. നമ്മുടെ തന്നു ബേബി ചോറൊക്കെ എണീച്ചത് കേക്ക് കഴിക്കുകയാണ്. കേക്ക് ഇങ്ങനെ ഉണ്ട് അമ്മ ഉണ്ടാക്കിയേ? അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇതാ കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളെല്ലാം കേക്കൊക്കെ കഴിച്ചു. സോ വലിയ കേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. ടാറ്റ ബൈ ബൈ. അപ്പൊ ഈ വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ടാറ്റ.